കഴിഞ്ഞയാഴ്ച ഏകദേശം 60,000 രൂപ നിക്ഷേപിച്ച് 17,000 രൂപയോളം എനിക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒരു 27% പ്രോഫിറ്റ്. ഏകദേശം 5-6% ഞാൻ റിസ്ക് എടുത്തത്. അതിൽ 27% എന്ന് പറയുമ്പോൾ 1:5 അല്ലെങ്കിൽ 1:6 റിസ്ക് റിവാർഡ് എനിക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ ഞാൻ ആ ഒരു സ്റ്റോക്കിൽ ട്രേഡ് എടുത്തതിൻ്റെ റീസണും അതിലെവിടെയാണ് എൻട്രി എടുത്തതെന്നും അതിൻ്റെ പ്രോഫിറ്റ് ബുക്കിംഗ് എവിടെയാണ് ചെയ്തത് എന്നൊക്കെയുള്ള മുഴുവൻ ഡീറ്റെയിൽസ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം ഇതുപോലെ ഇനി മുൻപോട്ട് നമ്മൾ റെഗുലറായിട്ട് നമ്മൾ പേഴ്സണലി എടുത്ത ട്രേഡിൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം അങ്ങനെയുള്ള ട്രേഡുകൾ വരണം അല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ അപ്ലോഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ആഴ്ച മുതൽ അങ്ങനെ ഒരു സീരീസ് തന്നെ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് ഏതായാലും ആ ഒരു ട്രേഡ് അനാലിസിസ് എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് ചാർട്ടിൽ കാണാൻ പറ്റും. ഏകദേശം നമ്മളുടെ ജൂൺ 3 നമ്മളുടെ എക്സിറ്റ് പോൾ വന്നു. അതിനുശേഷം ജൂൺ 4 വളരെ വലിയ രീതിയിൽ മാർക്കറ്റ് സെല്ലിങ് വന്നു. ഏകദേശം 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം കൊണ്ട് തന്നെ മാർക്കറ്റ് റിക്കവർ ആവുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു മാർക്കറ്റിൽ ഈ ഒരു സെൽ ഓഫ് വരുന്നതിന് മുൻപേ ഏറ്റവും ലീഡിങ് ആയിട്ട് നിന്ന് വരുന്ന ഇല്ലെങ്കിൽ എന്താ പറയുക ഏറ്റവും സ്ട്രെങ്ത്തിൽ ഉണ്ടായിരുന്ന സെക്ടർ ആയിരുന്നു ഡിഫൻസ് ഇല്ലെങ്കിൽ എന്താ പറയുക ഷിപ്പിംഗ് ഒക്കെ. അതായത് നമ്മളുടെ GRC ഇല്ല എന്നുണ്ടെങ്കിൽ മാസ്ഡോഗ്, കൊച്ചിൻ ഷിപ്പ്യാർഡ്, പരാഗ് ഇങ്ങനെയുള്ള സ്റ്റോക്കുകൾ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയമായിരുന്നു. അതിനുശേഷമാണ് മാർക്കറ്റിൽ ഈ ഒരു റിസൾട്ട് വന്നതിനെ തുടർന്ന് മാർക്കറ്റിൽ ഒരു ഇടിവ് വരികയും അതിനുശേഷം റിക്കവർ ആവുകയും ചെയ്തു. സോ ഒരു ഇടിവ് വന്ന സമയത്ത് ഞാൻ അതിൽ ട്രേഡ് ഒന്നും എടുത്തില്ല, കാരണം നമുക്ക് മാർക്കറ്റിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ് എന്നുള്ളത് അറിയില്ല. പക്ഷെ നെക്സ്റ്റ് 2-3 ഡേയ്സിൽ മാർക്കറ്റിൽ ഈ ഒരു റിക്കവറി കാണുമ്പോൾ തന്നെ മാർക്കറ്റിൽ സ്ട്രെങ്ത് ഉണ്ട്, മാർക്കറ്റ് തിരിച്ചു കയറാൻ ശ്രമിക്കുകയാണ് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഡിഫൻസ് സെക്ടറിലെ സ്റ്റോക്കുകൾ പരിശോധിച്ചത്. സോ പ്രധാനമായിട്ടും മാസ്ഡോഗ്, GRC, കൊച്ചിൻ ഷിപ്പ്യാർഡ് ഈ ഒരു 3 സ്റ്റോക്കുകളാണ് ഞാൻ ഒബ്സർവ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞാനിവിടെ മാസ്ഡോഗിൻ്റെ ചാർട്ടാണ് ഇവിടെ ഞാൻ ഓപ്പൺ ചെയ്യുന്നത്. മാസ്ഡോഗിൻ്റെ ചാർട്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു എലക്ഷൻ അല്ലെങ്കിൽ ഓൾറെഡി വളരെ അപ് ട്രെൻഡിലായിരുന്നു ഈ ഒരു സ്റ്റോക്ക് പോയിക്കൊണ്ടിരുന്നത്. എലക്ഷൻ്റെ റിസൾട്ടിനോടനുബന്ധിച്ച് ഇവിടെ ഒരു സെൽ ഓഫ് വരുന്നു. ഓക്കെ, അതിനുശേഷം ഇവിടെ വീണ്ടും തിരിച്ചു കയറി ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമ്മൾ ഈ ഒരു ഷിപ്പിംഗ് സ്റ്റോക്കുകളിലെല്ലാം തന്നെ ഇപ്പം നമ്മൾ GRCയിലാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡിലാണെന്നുണ്ടെങ്കിലും ഏകദേശം ഒരേപോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷൻ ആയിരുന്നു വന്നത്. ഏകദേശം കൊച്ചിൻ ഷിപ്പ്യാർഡിലും മാർക്കറ്റിൽ കറക്ഷന് ശേഷം സ്റ്റോക്ക് റിക്കവർ ചെയ്ത് ഒരു കൺസോൾട്ടേഷനിലോട്ട് പോകുന്നു. സെയിം ടൈം തന്നെ ഇവിടെ GRCയിലും അതേപോലെ തന്നെയുള്ള ഒരു പാറ്റേൺ ഫോർമേഷൻ ആയിരുന്നു വന്നത്. മാസ്ഡോഗിലും ഏകദേശം അതേപോലെയുള്ള ഒരു പാറ്റേൺ ഫോർമേഷൻ ആയിരുന്നു വന്നത്. സോ ഇതിൽ നിന്ന് ഏകദേശം എനിക്ക് കുറച്ചും കൂടെ സ്ട്രെങ്ത് ഉണ്ട് എന്ന് തോന്നിയത് ഏകദേശം എന്താ പറയുക ഈ ഒരു 3-4 സ്റ്റോക്കുകൾ പരിശോധിച്ചതിൽ നിന്ന് എനിക്ക് സ്ട്രെങ്ത് ഉണ്ട് എന്ന് തോന്നിയത് മാസ്ഡോഗിനും അതേപോലെ തന്നെ നമ്മളുടെ പാരാസ് ഡിഫൻസിനുമാണ്. പാരാസ് ഡിഫൻസ് നമ്മൾ ഓൾറെഡി നമ്മളുടെ ടെലിഗ്രാം ചാനലിലും ഇല്ലെങ്കിൽ നമ്മളുടെ സൺഡേ വീഡിയോയിലൊക്കെ ആയിട്ട് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി മാസ്ഡോഗിലോട്ട് വരുമ്പം ഏകദേശം ഞാൻ ഈ ഒരു സ്റ്റോക്ക് ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരുന്നു, കാരണം ഓൾറെഡി ഈ ഒരു സ്റ്റോക്ക് അപ് ട്രെൻഡിലായിരുന്നു. ഇലക്ഷനുമായി ബന്ധപ്പെട്ട് മാത്രമാണ് ഈ ഒരു സ്റ്റോക്ക് വീണത്. അപ്പം ഇതിൻ്റെ ഉള്ളിൽ ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു ഞാൻ. അപ്പം അതിനുശേഷം ഇവിടെ ഈ ഒരു സ്റ്റോക്ക് ഏകദേശം ഈ ഒരു പ്രൈസ് ലെവൽ, അതായത് 3220 എന്താ പറയുക 25-15 ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് ഇല്ലെങ്കിൽ ഇവിടെ ഒരു ഫോർമേഷൻ വരുന്നതായിട്ട് എനിക്ക് കാണാൻ വേണ്ടി സാധിച്ചു. അപ്പം ഞാൻ ഏകദേശം ഈ ഒരു പോയിന്റിലാണ് ഞാൻ ഏകദേശം എൻ്റെ ഒരു എൻട്രി എടുത്തിട്ടുള്ളത്. 3220-15 ലെവലിലാണ് ബ്രേക്ക് ഔട്ട് വരുന്നത്. ഏകദേശം 3250 ലെവലിലാണെന്നുണ്ടെങ്കിലും ഞാൻ ഓൾറെഡി ഈ ഒരു സ്റ്റോക്ക് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. സോ ഞാൻ 3215-20 ലെവലിലാണ് ഞാൻ ഇതിൽ എൻട്രി എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഞാനിവിടെ താഴെ ഞാനെടുത്ത ട്രേഡിൻ്റെ സ്ക്രീൻഷോട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതിനുള്ളിൽ ഞാനെടുത്ത ക്വാണ്ടിറ്റിയും അതേപോലെ തന്നെ ഏകദേശം ഞാൻ 20 ക്വാണ്ടിറ്റിയാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം 64,000 രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തത്. ഏകദേശം 17,000-ലധികം പ്രോഫിറ്റ് നമുക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഈ ഒരു ട്രേഡിൽ. അപ്പം അവിടെ എൻട്രി എടുത്തത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും അല്ലേ, എൻട്രി പ്രൈസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ ഞാൻ എൻട്രി എടുത്തപ്പം ഞാൻ എൻ്റെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തത് ഏകദേശം ഈ ഒരു പോയിന്റിലായിരുന്നു ഞാൻ എൻ്റെ
സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം വളരെ പെട്ടെന്ന് ഒരു മൂവ്മെൻറ്റ് വരാൻ വേറൊരു കാരണം കൂടിയുണ്ട്. ഏകദേശം ജൂൺ 13 തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ജൂൺ 13 ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് ഏകദേശം 50,000 കോടി ആണ് നമ്മളുടെ മിലിറ്ററി എക്സ്പോർട്ട് ടാർഗറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ന്യൂസ് വന്നു. അതിനുശേഷം ഏകദേശം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 13-ാം തീയതി മാർക്കറ്റിൽ ഒരു ബ്രേക്ക്ഔട്ട് വരികയും അതിനുശേഷം ആ ഒരു ന്യൂസിനോടനുബന്ധിച്ച് എല്ലാ ഡിഫൻസ് അല്ലെങ്കിൽ ഷിപ്പ് ബിൽഡിംഗ് സ്റ്റോക്കുകളൊക്കെ വളരെ നല്ല രീതിയിൽ കയറിയിട്ടുണ്ടായിരുന്നു. മാസ്ഡോ കയറിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മളുടെ പാരാസ് പാരാസ് ഡിഫൻസ് ഒക്കെ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പം വളരെ പെട്ടെന്ന് തന്നെ ഏകദേശം 3 ദിവസം കൊണ്ട് തന്നെ ഞാനിവിടുത്തെ എടുത്ത ഈ ഒരു ട്രേഡ് അല്ലെങ്കിൽ ഈ ഒരു പോയിന്റിൽ നിന്ന് എനിക്ക് ഏകദേശം ഞാനൊരു 5.56% ആണ് സ്റ്റോപ്പ് ലോസ് വെച്ചത്. അവിടെ നിന്ന് എനിക്ക് 1:5 മുകളിൽ അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എക്സിറ്റ് ചെയ്തത് ഏകദേശം 4,200 ലെവലിലാണ്. ഞാൻ ഈ കൊടുത്തിരിക്കുന്ന സ്ക്രീൻഷോട്ടിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. എൻ്റെ എക്സിറ്റ് പ്രൈസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പം 1:5 ഞാൻ ഈ ഒരു ട്രേഡ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ഒരു സ്റ്റോക്ക് ഞാൻ സെലക്ട് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് സെക്ടർ വളരെ ബുള്ളിഷ് ആയിട്ടുള്ളതായിരുന്നു. മാത്രമല്ല ഇതിൻ്റെ ഉള്ളിൽ പോസിറ്റീവായിട്ടുള്ള ന്യൂസസ് പലതരത്തിൽ നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു. ഓൾറെഡി ട്രെൻഡിങ്ങിലുള്ള ഒരു സ്റ്റോക്കായിരുന്നു. അപ്പം എൻ്റെ വാച്ച് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു സ്റ്റോക്കാണ്. അപ്പോൾ ഇതിനുള്ളിൽ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു. ഇലക്ഷൻ അതിനൊരു കാരണമായി. നമ്മളതിൽ എൻട്രി എടുത്തതിന് നമുക്ക് എന്താണ് ഭാഗ്യം കൊണ്ട് തന്നെ, ഇല്ലെങ്കിൽ എന്താണ് ന്യൂസ് നമുക്ക് അനുകൂലമായിട്ട് 13-ാം തീയതി നമ്മൾ എൻട്രി എടുത്ത സമയത്ത് തന്നെ നമുക്ക് വരികയും ഇല്ലെങ്കിൽ അതിൻ്റെ നെക്സ്റ്റ് ഡേ വരികയും മാർക്കറ്റിൽ വളരെ ഷാർപ്പായിട്ടുള്ള ഒരു റാലി നടന്നതും നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്താ പറയുക, എൻ്റെ ഒരു ട്രേഡ് എടുത്തതിൻ്റെ റീസണും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. മാത്രമല്ല ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പഠിക്കാനും സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ ആൾക്കാരിലോട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഇങ്ങനെയുള്ള വീഡിയോസ് നല്ല രീതിയിൽ റീച്ച് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മളെടുത്ത പേഴ്സണൽ ട്രേഡ്സ് ഒക്കെ പബ്ലിക്കായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെയുള്ള വീഡിയോസ് കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും അത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.